വർഷം മുന്നേ വല്ലാത്തൊരവസ്ഥയിൽ കിടന്ന ഒരു പ്രദേശമാണിത്. ആ സ്ഥലം ഒരു വർഷത്തിന് ശേഷം വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യവസായ സംരംഭമാക്കി നമ്മൾക്ക് മാറ്റാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ ദൈവാനുഗ്രഹത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഫലമായിട്ടാണ് നമ്മൾക്ക് ഈ സംരംഭം ഈ രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. പലരും എന്നോട് ചോദിച്ച് ഇത്ര ഫാസ്റ്റായിട്ട് ഇതുപോലൊരു സംരംഭം പൂർത്തിയാക്കാൻ പറ്റുമെന്ന്. കാരണം ഇവിടെയുള്ള പ്രദേശത്തുള്ള ആള് ഈ സ്ഥലം കണ്ട് വല്ലാത്തൊരവസ്ഥയിൽ കിടന്നേച്ചാണ്. കാരണം കഴിഞ്ഞ മഴ സമയത്താണ് നമ്മളിത് ആരംഭിക്കുന്നത്. ഈ മഴ സമയത്ത് ആരംഭിക്കുന്ന സമയത്ത് ഒരു കാല് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാല് ഉരിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ സഹായം വേണം. കാരണം അത്രക്ക് ചതുപ്പായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു. അങ്ങനെയുള്ള ആ പ്രദേശമാണ് നമ്മളിന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു വ്യവസായ സംരംഭമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ഞാൻ എൻ്റെ തമിഴ്നാട്ടിലെ പ്ലാന്റ് 8 മാസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ ആ പ്ലാന്റും ഈ പ്ലാന്റും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. കാരണം ഇന്ന് ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹൈജീനിക്കായിട്ട് പണിതിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കപ്പാസിറ്റി ഉള്ള ഒരു ஃபிஷ் மீல் பிளான்ட் ஆகிருக்கு உள்ளது. இவ்வளவு பெரிய இடத்துல 7.5 ஏக்கர்னு சொன்னார். இவ்வளோ அற்புதமாக பண்ணியிருக்கலாம். உண்மையிலேயே நம்ம எல்லாரும் ஒரு பலத்த கரவொலி எழுப்பி அவங்களுக்கு நன்றி சொல்லலாம். வாழ்த்துக்கள். കാരണം ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ തൊഴിലാളികളോടൊപ്പം നിന്ന് ഞാനത് പൂർത്തിയാക്കും. ഇന്നിവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും ഹൈജീനിക്കായിട്ട് ഒരു പ്ലാന്റ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അത് എൻ്റെയും എൻ്റെ ടീമിൻ്റെയും വിജയമാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടാണ്. இன்னைக்கு நான் என்ன சொல்கிறேன்னா, இறைவனுடைய பிரசன்னம் இந்த இடத்துல நிறைவாக இருக்கட்டும். தேவனுடைய கருணை, தேவனுடைய இரக்கம் இந்த இடத்த நிறைக்கட்டும். கடவுளுடைய ഉദവിയോടെ ഇവங்க இன்னும் நிறைய സാധിക്കട്ടെന്ന് வாழ்த்துறேன். ഇങ്ങനൊരു പ്ലാന്റ് പാലക്കാട് തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കണമെന്ന് പറയുകയും അതിൻ്റെ പ്ലാനിൻ്റെ കപ്പാസിറ്റിയും ഡ്രോയിങ്ങൊക്കെ കണ്ടപ്പോൾ എന്തോ ഭ്രാന്ത് പറയുകയാണെന്ന് കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല. ഇതൊരു സ്വപ്നം കാണുകയാണെന്നൊക്കെ ഞാൻ കരുതിയത്. പക്ഷേ ഇവിടെ വരുമ്പോഴും അദ്ദേഹം പറഞ്ഞ പോലെ ഇവിടെ പണിക്കാരെ കൂടെ നിൽക്കുമ്പോഴും ആ ഒരു ദൃശ്യദാർഢ്യം കാണുമ്പോഴൊക്കെ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഇന്ത്യയിൽ തന്നെ എന്ന് പറയുമ്പോൾ ഇന്ത്യ ലോകത്ത് 4-ാം സ്ഥാനത്താണ്. അങ്ങനെ ലോകത്ത് 4-ാം സ്ഥാനത്തായിട്ടുള്ള ആ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് തന്നെ 1-ാം നമ്പർ ആകാൻ നമുക്ക് സാധ്യതയുള്ള ആൾക്കാരാണ് നമ്മൾ. എന്നാൻമാവിനാൻമാവേ ഉമ്മൈ ആരാധனை செய்கின்றேன். இறைவா ஆராதனை செய்கின்றேன். ஓ பரிசுத்த ஆவியே, என் ஆன்மாவின் ஆன்மாவே உம்மை ஆராதனை செய்கின்றேன். இறைவா ஆராதனை செய்கின்றேன். என்னை ஒளிர வைத்து வழி காட்டும், புது வலுவூட்டி என்னை தேற்றும், என் கடமை என்னவென்று காட்டும், அதை கருத்தாய் புரிந்திட தூண்டும். இந்த இடத்தை, இந்த வளாகத்தை, இங்கு பணியாற்றவிருக்கிற ஒவ்வொருவரை, இதை நடத்துகின்றவர்களை, இங்கு வந்து செல்கின்றவர்களை, இங்கு நடக்கின்ற இந்த வியாபாரத்தை என்றும் என்றும் சதாகாலமும் ஆசிர்வதித்து தன்னுடைய அன்பினால் நிறைத்து பராமரித்து பாதுகாப்பாராக. ஆமென்.